90കളിൽ ആക്ഷൻ ത്രില്ലർ പ്രേമികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാർ ആയിരുന്നു വാൻ ഡാമെ അഥവാ ജീൻ ക്ലൗഡ് വാൻ ഡാമെ അഥവാ ജോൺ ക്ലൗഡ് വാൻ ഡാമെ എന്നങ്ങാണ്ടാണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പ്രൊനൗൺസിയേഷൻ ഒന്ന് ചെക്ക് ചെയ്തേക്ക് കേട്ടോ. പുള്ളിയുടെ ഒരു അണ്ടർ റേറ്റഡ് ആക്ഷൻ മൂവിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ടൈം ട്രാവൽ ആൻഡ് ആക്ഷൻ ഒക്കെ മിക്സ് ചെയ്ത് വരുന്ന 90s ഒരു നല്ല പടമാണിത്. 1994 ഈ പടം റിലീസായത്. പീറ്റർ ഹാംസ് ആണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് വാൻ ഡാമെ പ്രധാന വേഷത്തിൽ വന്ന സൈഫൈ ആക്ഷൻ മൂവിയായ ടൈം കോപ്പിനെ കുറിച്ച്. പേര് പോലെ ഇത് ടൈം ട്രാവൽ നടത്തുന്ന ഒരു കോപ്പിന്റെ കഥയാണ്. ഒരു സയന്റിസ്റ്റ് ഒരു ടൈം ട്രാവൽ പ്രൊജക്ട് 1994 കണ്ടുപിടിക്കുകയാണ്. പക്ഷെ ഇത് ഭാവിയിൽ വലിയ ദോഷം ചെയ്യുമെന്ന് മനസ്സിലാക്കിയ അമേരിക്കൻ ഭരണകൂടം ഇതിനെ നിയന്ത്രിക്കാനായിട്ട് TEC അഥവാ ടൈം എൻഫോഴ്സ്മെന്റ് കമ്മീഷൻ എന്നൊരു സീക്രട്ട് ഏജൻസി രൂപീകരിക്കുന്നു. തുടർന്ന് നടക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. ടൈം കോപ്പ് എന്ന പേരിലുള്ള ഒരു കോമിക്സിനെ ബേസ് ചെയ്തൊരുക്കിയ സ്ക്രിപ്റ്റ് ആണ് ഈ പടത്തിനുള്ളത്. ഇറങ്ങിയ സമയത്ത് പടം ബോക്സ് ഓഫീസിൽ വൻ വിജയമൊക്കെ നേടിയിരുന്നെങ്കിലും വളരെ മിക്സഡ് ആയിട്ടുള്ള ഒരു അഭിപ്രായം കിട്ടിയ ഒരു പടമായിരുന്നത്. അതായത് അന്നത്തെ ക്രിട്ടിക്സിനൊന്നും ഈ പടം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അവര് ടെർമിനേറ്ററിനോടൊക്കെ താരതമ്യപ്പെടുത്തി അതിന്റെ ഒരു ലോ ക്വാളിറ്റി വേർഷൻ ആണിത് എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അണ്ടർ റേറ്റഡ് സിനിമകളുടെ ലിസ്റ്റിൽ ഇടം പിടിക്കുകയും ചെയ്തു. വാൻ ഡാമയുടെ പ്രകടനത്തെ കുറിച്ച് നല്ല അഭിപ്രായവും ഉണ്ടായി. എന്തായാലും പേഴ്സണലി എനിക്ക് ഒരു ഡീസന്റ് വാച്ച് ആയിട്ട് തോന്നിയ പടമാണ്. ചുമ്മാ രസം ഉണ്ടായിരുന്നു ഇതിനെ കണ്ടിരിക്കാനായിട്ട്. ഫസ്റ്റ് ഹാഫ് ഒരു ഓക്കെ ഫീൽ മാത്രമാണ് തന്നത്. പക്ഷെ സെക്കൻഡ് ഹാഫ് ആണ് ഇതിന്റെ അടിപൊളി എന്ന് പറയാനുള്ളത്. വിത്ത് മനോഹരമായിട്ടുള്ള ഒരു ക്ലൈമാക്സും ഉണ്ട്. പടം എൻഗേജിംഗ് ആണ്. അങ്ങനെ ബോറൊന്നും അടുപ്പിക്കുന്നില്ല. കാലഘട്ടം പരിഗണിക്കുമ്പോൾ നീറ്റ് ആയിട്ടുള്ള ആക്ഷനും പടത്തിലുണ്ട്. അന്നത്തെ കാലത്തിനനുസരിച്ചിട്ടുള്ള മേക്കിങ്ങും ചെറിയ ചില ട്വിസ്റ്റുകളും ഒക്കെ സിനിമയിലുണ്ട്. അതിൽ ഈ ഭാവിയൊക്കെ കാണിക്കുന്നുണ്ട്. 2004 ഒരു ഓട്ടോമാറ്റിക് ഡ്രൈവർലെസ് കാർ ഒക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ രസമുണ്ടായിരുന്നു. ഇതിലെ ഏജന്റ് മാക്സ് വോക്കർ ആയിട്ട് വാൻ ഡാമയുടെ നല്ല പെർഫോമൻസും ആക്ഷനും സിനിമയെ കാണാൻ പറ്റും. പുള്ളിയുടെ ഒരു ഫിസിക് ഫ്ലെക്സിബിലിറ്റി ഒക്കെ കിടിലനായിരുന്നു. എന്റെ ചേട്ടനൊക്കെ ചെറുപ്പത്തിൽ വാൻ ഡാമയുടെ പടങ്ങള് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അക്കാലത്ത് പുള്ളിയുടെ മിക്ക പടങ്ങളുടെയും CD ഒക്കെ എടുത്ത് കാണുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിലും ഞാൻ ഈ സിനിമ അങ്ങനെ ഓർക്കുന്നില്ല. കുട്ടിയായിരുന്നു. ഇത് ഞാനിങ്ങനെ ടൈം ട്രാവൽ ഫിലിംസ് ഒക്കെ തപ്പിപ്പോയി എനിക്ക് കിട്ടിയ ഒരു പടമാണ്. എന്തായാലും നൈസ് ആയിരുന്നു കണ്ടപ്പോ. മിയ സേറയാണ് പുള്ളിയുടെ ഭാര്യ മെലീസ ആയിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അതുപോലെ സെനറ്റർ ആരോൺ മെക്കോംബ ആയിട്ട് റോൺ സിൽവർ, ഏജന്റ് സാറ ഫീൽഡിംഗ് ആയിട്ട് വന്ന ഗ്ലോറിയ റൂബൻ, അങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് പടത്തിലുണ്ട്. എല്ലാവരും നല്ല പെർഫോമൻസും ആണ്. ഇതിന്റെ ക്യാമറ എഡിറ്റിംഗ് ഒക്കെ നൈസ് ആയിരുന്നു. VFX ഇന്നിത് കാണുമ്പോൾ വലിയ സംഭവമായിട്ട് നമുക്ക് തോന്നുന്നില്ല. പക്ഷെ അന്നത്തെ കാലഘട്ടം പരിഗണിച്ച് നോക്കുമ്പോൾ ഡീസന്റ് ആയിട്ടുള്ള ഗ്രാഫിക്സ് ആണ്. സോ ടെക്നിക്കൽ ക്വാളിറ്റി ഒക്കെ അന്നത്തെ കാലഘട്ടത്തിന് അനുസരിച്ചാണെന്നുള്ള കാര്യം ഓർക്കുക. 10-32 വർഷം മുമ്പുള്ള പടമാണ്. ഫസ്റ്റ് ഹാഫ് കുറച്ചുകൂടി ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം തുടക്കം കണ്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വലിയ സുഖമില്ല എന്നൊരു ഫീൽ ചെയ്തിട്ട് ഞാൻ പടം നിർത്താൻ പോയതാണ്. പക്ഷെ പിന്നെ ഒരു മണിക്കൂറൊക്കെ അടുക്കുമ്പോഴേക്കും പടം കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയി മാറും. പിന്നെ പടം തീരുന്നത് വരെ സെറ്റാണ്. അതുപോലെ ഒരു സ്ട്രോങ് ഇമോഷണൽ ഡെപ്ത് ഒന്നും കഥയിലില്ല എന്ന് പറയാം. മൊത്തത്തിൽ ഒരു ഡീസന്റ് സൈഫൈ ആക്ഷൻ ത്രില്ലറാണ് ടൈം കോപ്പ്. മസ്റ്റ് വാച്ച്. അതിഗംഭീരം അങ്ങനെയൊന്നല്ല ഞാൻ പറയുന്നത്. ടൈം ട്രാവലും ആക്ഷനും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്, അത്തരത്തിലുള്ള ക്ലാസിക് പരീക്ഷണ സിനിമകളൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് ചുമ്മാ ഫണ്ണിന് വേണ്ടി ഒന്ന് കണ്ടു നോക്കാൻ പറ്റുന്ന ഒരു പടമാണ്. അന്ന് ഇവർ ഉപയോഗിച്ചിരുന്ന ടെക്നോളജി ഒക്കെ എങ്ങനെയുണ്ട് എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി അതിന് താല്പര്യമുള്ളവർക്ക് ഈ പടം ഒന്ന് വേണമെങ്കിൽ കണ്ടു നോക്കാം. ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഈ പടത്തിന് ഒരു സീക്വൽ 2003 ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കണ്ടില്ലായിരുന്നു. ഈ പടം നിങ്ങൾക്ക് ആമസോൺ പ്രൈം വീഡിയോയിൽ റെന്റിൽ കാണാൻ പറ്റും. അതുമല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ ശക്തി വെച്ച് കാണുക. 1 മണിക്കൂർ 33 മിനിറ്റ് മാത്രമേ ദൈർഘ്യമുള്ളൂ. കുറച്ച് വയലൻസ്, പിന്നെ ന്യൂഡിറ്റി, സെക്സ് സീനൊക്കെ ഉള്ളതുകൊണ്ട് 18+ ആണ് പടം. അത് ഓർക്കുക. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയെന്നാ.